2025 പുറത്തിറങ്ങിയ വ്യത്യസ്തമായ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ അമേച്ചർ. പൊതുവെ നമ്മൾ കാണുന്ന ഈ ഒരു ആക്ഷൻ ത്രില്ലർ മൂവികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു പടം. കാരണം നായകൻ തന്റെ എതിരാളികളെ ഇതിൽ നേരിടുന്നതും അവരെ തീർക്കുന്നതും അവന്റെ ബുദ്ധിയും ബ്രില്യൻസും കൊണ്ടാണ്. അതായത് പൊതുവെയുള്ള ക്ലീഷ ആക്ഷൻ ത്രില്ലർ മൂവികളിൽ നിന്ന് വ്യത്യസ്തമായി നായകൻ അവന്റെ ഇന്റലിജൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കഥയുടെ ഒരു സാരാംശം പറയുകയാണെങ്കിൽ, നായകനായിട്ടുള്ള ചാർലി CIAക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ബ്രില്യന്റ് CIA ഡീകോഡറാണ്. അതായത് ഒരു ടെക്കി ഹാക്കർ എന്നൊക്കെ വേണം നമുക്ക് പറയാം. ചാർലിയുടെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കാതെയാണ് അവന്റെ ഭാര്യ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ കൊലപ്പെടുന്നത്. എന്നാൽ കൊലയ്ക്ക് പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ചാർലി അവന്റെ തന്നെ ഓഫീസായിട്ടുള്ള CIAയുടെ സഹായം തേടുന്നുണ്ടെങ്കിലും അവർ അതിന് സഹായിക്കുന്നില്ല. അവസാനം ഇതിന്റെ കാരണക്കാരായവരെ കണ്ടുപിടിക്കാനായിട്ട് ചാർലി തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ്. ചാർലി അവന്റേതായിട്ടുള്ള വഴിയിലൂടെയും കുറച്ച് കുറുക്ക് വഴിയിലൂടെയുമാണ് പല രീതിയിലുള്ള സിറ്റുവേഷൻ അവൻ ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. കഥയിൽ വലുതല്ലെങ്കിലും ചെറിയ ചെറിയ ട്വിസ്റ്റുകളുണ്ട്. അത് നമ്മളെ ഈ ഒരു കഥയുടെ അവസാനം വരെ പിടിച്ചിരുത്തും. കഥയുടെ തുടക്കം കാണിക്കുന്നത് നായകനായിട്ടുള്ള ചാർലി അവന്റെ വൈഫ് അവന് ഗിഫ്റ്റ് ചെയ്ത ഒരു ചെറിയ പ്ലെയിന് അത് റിപ്പയർ ചെയ്തുകൊണ്ടാണ്. ചാർലി അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവന്റെ വൈഫായിട്ടുള്ള സാറ അവിടേക്ക് കയറി വരുന്നത്. സാറയ്ക്ക് ലണ്ടനിൽ ഒരു കോൺഫറൻസ് കൂടാനായിട്ട് പോകണം. അപ്പോൾ ആ ഒരു കാര്യം പറയാനായിട്ടായിരുന്നു സാറ അവന്റെ അടുത്തേക്ക് വന്നത്. തന്റെ കൂടെ ചാർലിക്ക് വരാൻ സാധിക്കുമോ എന്ന് സാറ അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും തന്റെ വർക്ക് കാരണം അതിന് വരാൻ കഴിയത്തില്ലെന്ന് ചാർലി അവളോട് പറയുകയായിരുന്നു. ഇനി നമ്മുടെ കഥാനായകനായിട്ടുള്ള ചാർലി ആരാണെന്നും കൂടെ പറയാം. CIAക്ക് വേണ്ടി സീക്രട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻക്രിപ്ഷൻ ഡീകോഡറാണ് നമ്മുടെ നായകനായിട്ടുള്ള ചാർലി. അങ്ങനെ ചാർലി അവന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് അവൻ നേരെ പോയത് CIAയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. CIAയുടെ ഡിക്രിപ്ഷൻ ആൻഡ് അനലിസിസ് ഡിപ്പാർട്ട്മെന്റിലാണ് ചാർലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കയറാനായിട്ടുള്ള സെക്യൂരിറ്റിയും അതിന്റെ സ്കാനറും എല്ലാം ചെക്ക് ചെയ്ത് അത് പാസ്സായിട്ടാണ് ചാർലി നേരെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി ചെല്ലുന്നത്. ചാർലി ആകട്ടെ നേരെ അവന്റെ വർക്ക് ഡെസ്കിലേക്ക് ചെന്ന് അവൻ പണിയെടുക്കാൻ തുടങ്ങുകയാണ്. ആദ്യമേ തന്നെ ഇൻഗിലിൻ എന്ന് പേരുള്ള ഒരു അനോണിമസ് ആളിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. ഇൻഗിലിൻ ഇടയ്ക്കിടയ്ക്ക് ചാർലിക്ക് ഇതുപോലെ അനോണിമസ് ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതും അത്യാവശ്യം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളുമാണ് ഇൻഗിലിൻ ചാർലിക്ക് പൊതുവെ മെസ്സേജ് അയക്കാറ്. അതിന് പ്രത്യുപകാരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചാർലിയും ഇൻഗിലിന് ചെയ്തു കൊടുക്കാറുണ്ട്. ഈ തവണ CIAയിലെ ചില ഉദ്യോഗസ്ഥരെ തന്നെ റിസ്കിലാഴ്ത്തുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ആണ് ഇൻഗിലിൻ ചാർലിക്ക് അനോണിമസ് ആയിട്ട് മെസ്സേജ് അയച്ചത്. ഇൻഗിലിൻ അയച്ച ആ ഒരു ഡോക്യുമെന്റ്സ് അത് തുറക്കണമെങ്കിൽ ചാർലി ആദ്യമേ തന്നെ അത് ഡീകോഡ് ചെയ്യണം. ചാർലി അവന് പറ്റുന്നത് പോലെ നല്ല രീതിയിൽ നോക്കിയിട്ടും അത് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇത്രയും വിരുദ്ധനായിട്ടുള്ള ചാർലിക്ക് പോലും അത് ഡീകോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത്രക്കേറെ സെക്യൂർ ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണതെന്ന് ചാർലിക്ക് മനസ്സിലായി. ഏതായാലും ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ചാർലി നേരെ പുറത്തു പോയി ലഞ്ച് കഴിച്ചിട്ടാണ് തിരികെ ഓഫീസിലേക്ക് കയറി വന്നത്. തിരികെ ഓഫീസിലേക്ക് എത്തിയ ചാർലിനെ സാറ ഫോൺ ചെയ്യുകയാണ്. താൻ ലണ്ടനിലെത്തിയ കാര്യം പറയാനായിട്ടാണ് സാറ ചാർലിനെ വിളിച്ചത്. എന്നാൽ സാറയുടെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നേരത്തെ തന്നെ ചാർലി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അധികം നേരം സംസാരിച്ചില്ല. ചാർലി അങ്ങനെ നേരെ അവന്റെ ആ ഒരു പണിയിലേക്ക് തന്നെ അവൻ ഫോക്കസ് ചെയ്തു. ആ ഒരു ഡോക്യുമെന്റ്സ് അത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പിന്നീടും ചാർലിക്ക് സാധിച്ചില്ല. ഇത് കിട്ടാതെ വന്നപ്പോൾ ചാർലി അത്യാവശ്യം ഡെസ്പറേറ്റ് ആയി. ചാർലി അങ്ങനെ ആ ഒരു ഡോക്യുമെന്റ്സ് ആയിട്ട് CIAയുടെ ആ ഒരു സ്പെഷ്യൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് ആ ഒരു ഡോക്യുമെന്റ്സുമായിട്ട് കയറി ചെല്ലുകയാണ്. ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ചില പ്രത്യേക റിസോഴ്സസും ചില എക്യുപ്മെന്റ്സും ഉണ്ട്. അങ്ങനെ ആ ഒരു റിസോഴ്സസിന്റെ ഒക്കെ സഹായത്തോടെ ആ ഒരു ഡോക്യുമെന്റ്സ് ഒരു വിധത്തിൽ ചാർലി ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നാൽ ഡോക്യുമെന്റ്സിലെ കാര്യങ്ങൾ തുറന്ന് അത് കണ്ടു നോക്കിയപ്പോഴാണ് ചാർലി ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയത്. കാരണം അവന്റെ തന്നെ ഗവൺമെന്റിലെ അവിടുത്തെ ഓഫീസിലെ ചില ഓഫീസേഴ്സിന്റെ തിരിമറികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവിടുത്തെ നഗരത്തിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനം അത് ചില ചാവേറുകൾ നടത്തിയെന്നാണ് പൊതുവെ പറഞ്ഞു പരത്തിയത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ ഗവൺമെന്റ് ഓഫീസേഴ്സ് നടത്തിയ ഒരു പ്ലാൻഡ് ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു അത്. അതിൽ കുറേയേറെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കേസ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ആരും അറിയാതെ തന്നെ കവറപ്പ് ചെയ്യുകയായിരുന്നു. ആ ഒരു ഡോക്യുമെന്റിന്റെ കൂടെ തന്നെ ഒരു ന്യൂസ് ക്ലിപ്പും ഉണ്ടായിരുന്നു. ഏറെക്കുറെ 150 കാഷ്വാലിറ്റീസ് ഉണ്ടെന്നായിരുന്നു ആ ഒരു വാർത്തയിൽ പറയുന്നത്. മാത്രമല്ല ഫ്രഞ്ച് സ്പെഷ്യൽ ഫോഴ്സും ഡാനിഷ് മറൈൻസും ഇതെല്ലാം ഈ ഒരു അറ്റാക്കിൽ പെട്ടിട്ടുള്ളവയാണ്. ഈ ഒരു അറ്റാക്കിന് പിന്നിലാകട്ടെ ചാർലിയുടെ തന്നെ ബോസ് ആയിട്ടുള്ള ചീഫ് മൂറാണ്. അങ്ങനെ ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ ചാർലി ലണ്ടനിൽ പോയ അവന്റെ വൈഫ് സാറേനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും കോള് കണക്ട് ആയില്ല. അതുകൊണ്ട് ചാർലി ഒരു വോയിസ് മെയിൽ ഇടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് എത്തിയ ചാർലിയുടെ അടുത്തേക്ക് അവന്റെ ചീഫ് മൂർ വരികയാണ്. മൂറാകട്ടെ അവനെ നേരെ കൊണ്ടുപോയത് CIAയുടെ പുതിയ ഡയറക്ടറായിട്ടുള്ള ബ്രൈൻ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്കായിരുന്നു. ബ്രൈൻ എന്ന ആ ഒരു സ്ത്രീ ചാർലിനെ വിളിപ്പിച്ചത് ഒരു പ്രധാന വാർത്ത പറയാനായിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലണ്ടനിലെ ടെററിസ്റ്റ് അറ്റാക്കിൽ അതിൽ ചാർലിയുടെ ഭാര്യ സാറ ഒരു വിക്ടിമാണ്. ബ്രൈൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചാർലി ആദ്യമേ ഇത് വിശ്വസിച്ചില്ല. എന്നാൽ മൂറാകട്ടെ അവിടെ ഉണ്ടായിരുന്ന TVയിലെ ന്യൂസ് പ്ലേ ചെയ്യുകയായിരുന്നു. ന്യൂസിൽ റിപ്പോർട്ടർ ആ ഒരു വാർത്തയെ പറ്റി പറയുകയാണ്. ടെററിസ്റ്റ് അറ്റാക്കിൽ 4 പേർ കൊല്ലപ്പെട്ടു, 2 പേർ ബന്ദികളാക്കിയിരിക്കുകയാണ്.
അങ്ങനെ ചാർലി കൂടുതൽ CCTV പരിശോധിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. തന്റെ ഭാര്യ സാറയും ആ ഒരു അറ്റാക്കിൽ ഒരു വിക്ടിമായിരുന്നുവെന്ന്. ആ ഒരു CCTV ഫുട്ടേജ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ചാർലി തകർന്നുപോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് ചാർലി. വീടിന്റെ മുൻപിലാകട്ടെ വാർത്തയ്ക്ക് വേണ്ടി അവന്റെ ഇന്റർവ്യൂവിന് വേണ്ടി കുറേയേറെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. പോലീസുകാരാകട്ടെ അവരെല്ലാം തടഞ്ഞു മാറ്റി നിർത്തുകയാണ്. ഏതായാലും ഒരു വിധത്തിൽ റിപ്പോർട്ടർമാരുടെ കണ്ണുകളൊക്കെ വെട്ടിച്ചാണ് അവൻ വീടിനകത്തേക്ക് കയറിപ്പോയത്. ഏതായാലും ഈ ഒരു കേസ് വെറുതെ വിടാനായിട്ട് ചാർലി തീരുമാനിച്ചിട്ടില്ലായിരുന്നു. തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമായ ആ ടെററിസ്റ്റുകളെ എന്തായാലും ഉറപ്പായിട്ടും കണ്ടുപിടിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ CIA ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെന്ന് അവന്റെ ചീഫായിട്ടുള്ള മൂറിനെയും സൂപ്പർവൈസർ കാലിബിനെയും അവൻ മീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ കുറെ കാര്യങ്ങൾ അവന് സംശയപരമായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് അവൻ ആ 2 ഓഫീസേഴ്സിനോട് തുറന്നു പറഞ്ഞു. ഒന്നാമത്, ലണ്ടനിലുള്ള മിക്ക CCTV ക്യാമറകളിലും ഒന്നിൽ പോലും പെടാതെയാണ് അവർ ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്, ഇത്ര സില്ലിയായിട്ട് ആ ഒരു ട്രാഫിക്കിൽ കൂടെ അവർ കാർ ഓടിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ സംതിങ് സസ്പീഷ്യസ് എന്ന് ചാർലി അവരോട് പറഞ്ഞു. ഏതായാലും തുടർന്നുള്ള അന്വേഷണം ഊർജിതമാക്കാമെന്ന് മൂർ അവന് വാക്കു കൊടുക്കുകയാണ്. അങ്ങനെ കാലബ് അവനെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഏതായാലും അവിടെ നിന്നിറങ്ങിയ ചാർലി നേരെ പോയത് അവിടെ എയർപോർട്ടിലേക്കായിരുന്നു. തന്റെ ഭാര്യയുടെ മൃതദേഹം സ്വീകരിക്കാനായിട്ടാണ് അവൻ എയർപോർട്ടിലേക്ക് ചെന്നത്. അങ്ങനെ മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ബോഡിയും അവരുടെ ബിലോങ്ങിങ്സും എല്ലാം ചാർലി കൈപ്പറ്റുകയാണ്. തിരികെ വീട്ടിലേക്ക് എത്തിയ ചാർലി സാറയുടെ ആ ഒരു സൂട്ട് കേസ് തുറന്നു നോക്കുകയാണ്. അതിൽ ചാർലിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ചാർലിക്ക് കൈ വിട്ടുപോയി. അവൻ അവിടെ വെച്ച് തന്നെ പൊട്ടിക്കരയുകയാണ്. വീട്ടിലിരുന്നിട്ട് അവന് സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ചാർലി നേരെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയാണ്. അവിടെയുള്ള ആ ഒരു സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ റൂമിനകത്തേക്ക് കയറി ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ റിസോഴ്സസ് എല്ലാം അവൻ യൂസ് ചെയ്ത് അറ്റാക്ക് നടന്ന ലണ്ടനിലെ ആ ഒരു ഹോട്ടലും അതിന് ചുറ്റുമുള്ള CCTV ക്യാമറയും അതിന്റെ ഫൂട്ടേജും എല്ലാം അവൻ കളക്ട് ചെയ്തെടുക്കുകയാണ്. ചാർലി അങ്ങനെ ആ ഒരു CCTV ഫൂട്ടേജും അതിന്റെ ടൈം ലൈനും അടക്കം അവന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവന് തോന്നിയ അവന്റെ കണ്ടെത്തലുകൾ അവൻ അവരോട് തുറന്നു പറഞ്ഞു. ലണ്ടൻ സ്ട്രീറ്റിന്റെ ഈസ്റ്റ് എൻഡിൽ നിന്ന് ടെററിസ്റ്റുകൾ ആദ്യമേ തന്നെ ഒരു വണ്ടി മോഷ്ടിക്കുകയാണ്. അവർ അവിടെ നിന്ന് നേരെ ചെന്നത് ഹോട്ടലിൽ അവിടുത്തെ സർവീസ് ഏരിയയിലേക്കാണ്. സർവീസ് ഏരിയ വഴി ഹോട്ടലിനകത്തേക്ക് കയറാനായിരുന്നു അവരുടെ പ്ലാൻ. ഹോട്ടലിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ വണ്ടിയിലുണ്ടായിരുന്ന അവരുടെ ഫിംഗർ പ്രിന്റ്സും അവർ ബുദ്ധിപൂർവ്വം മായ്ച്ചു കളഞ്ഞു. അതേ ഹോട്ടലിനകത്ത് വെച്ച് തന്നെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇമ്പാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുമായിട്ട് അവർക്കൊരു മീറ്റിംഗും ഒരു ചർച്ചയും ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചെവിടെയോ 2 കൂട്ടരും തമ്മിൽ അല്പം തർക്കത്തിലായി. അങ്ങനെ ആ ഒരു തർക്കത്തിനിടയിൽ 2 കൂട്ടരും തമ്മിൽ വെടിവെപ്പും തുടങ്ങി. അതിനിടയിൽ അവിടേക്ക് ഓടി വന്ന ഹോട്ടലിലെ 2 ഗാർഡ്സിനെയും അവർ വെടിവെച്ചിടുകയാണ്. ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ആവുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ഹോട്ടൽ സെക്യൂരിറ്റിക്കാരാകട്ടെ അവർ ഉടൻ തന്നെ എമർജൻസിക്ക് പോലീസിനെ വിളിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ടെററിസ്റ്റുകൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആരുടെയും കയ്യിൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെടാനായിട്ട് അവർ ആദ്യമേ കയറി ചെന്നത് അവിടുത്തെ കോൺഫറൻസ് റൂമിലേക്കാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറച്ചുപേരെ ആ ഒരു ടെററിസ്റ്റുകൾ ബന്ദികളാക്കുകയാണ്. ഇതിന്റെ ഇടയിൽ വെച്ച് തന്നെയാണ് സാറ ആ ഒരു കോൺഫറൻസ് റൂമിലുണ്ടായിരുന്ന കുറച്ചുപേരെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ആ ഒരു ടെററിസ്റ്റുകൾ അപ്പോൾ തന്നെ അവളെ ബന്ദിയാക്കി. CCTV ഫുട്ടേജിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം ചാർലിയും ബാക്കിയുണ്ടായിരുന്ന ഓഫീസേഴ്സും കാണുകയാണ്. CCTV ഫുട്ടേജിൽ നിന്ന് വോയിസ് ആൻഡ് ഫേഷ്യൽ അനാലിസിസ് നടത്തി ചാർലി ആ ഒരു 4 ടെററിസ്റ്റുകളുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കുകയാണ്. മോസ്കോയിൽ നിന്നുള്ള മീഷ്ക, സൗത്ത് ആഫ്രിക്കയിലെ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ലോറൻസ്, പിന്നെ മേഴ്സണറി ആയിട്ടുള്ള ഹോൾസ്റ്റ്, അവസാനമായിട്ട് ഫോർമർ ഇന്റലിജൻസ് ഓഫീസർ ആയിട്ടുള്ള ഗ്രച്ചൻ. ഇവർ 4 പേരുമാണ് ആ ഒരു ടെററിസ്റ്റുകൾ. ഇത്രയേറെ ഇൻഫോർമേഷന് ചാർലി അവരോട് പറഞ്ഞെങ്കിലും ഓഫീസറായിട്ടുള്ള മൂറിന്റെ കാലിബിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ചാർലി കണ്ടില്ല. അതായത് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഓഫീസേഴ്സിന് നേരത്തെ തന്നെ അറിയായിരുന്നു. ഞങ്ങൾ ഇതിന്റെ അന്വേഷണം അത്യാവശ്യം നന്നായിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഇതിന്റെ പുറകെ ഇനിയും നടക്കണ്ടെന്ന് ചാർലിയോട് അവർ 2 പേരും പറഞ്ഞു. ഒരു തെറാപ്പിസ്റ്റിനെ കാണാനായിട്ട് തന്നെ ചാർലിയോട് അവർ റെക്കമെൻഡ് ചെയ്യുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ചാർലി ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ ഐഡിയിൽ ഒരു സ്പെഷ്യൽ ചിപ്പ് ഉപയോഗിച്ചാണ് അവൻ അകത്തേക്ക് കയറി ചെന്നത്. അവിടെയുള്ള സ്കാനറിലൊന്നും പെടാതെ അകത്ത് കയറാനായിട്ടാണ് ചാർലി ആ ഒരു ചിപ്പ് യൂസ് ചെയ്തത്. അങ്ങനെ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ചാർലി അവൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് ഫയലും എല്ലാം അവൻ പ്രിന്റ് എടുക്കുകയാണ്. പ്രിന്റ് എടുക്കുമ്പോൾ അതിന്റെ ഡിജിറ്റൽ കോപ്പി അറിയാതിരിക്കാനായിട്ട് ഒരു സ്കിമ്മറും അവൻ യൂസ് ചെയ്തു. ലണ്ടനിൽ നടന്ന ആ ഒരു അറ്റാക്കിനെ പറ്റിയും അതിന്റെ ഡീറ്റെയിൽസ് ഇൻഫോർമേഷനും ആയിരുന്നു ആ ഒരു ഡോക്യുമെന്റ്സിലും ആ ഒരു ഫയൽസിലും അവൻ പ്രിന്റ് ചെയ്തെടുത്തത്. ആ ദിവസം വൈകിട്ട് ചാർലി ഒരു ബാറിൽ ചെന്ന് അത്യാവശ്യം വെള്ളം അടിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂക്ക് ബോക്സ്, അതായത് ഒരു പാട്ടുപെട്ടിയിൽ അവനൊന്നും തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ തൊട്ടടുത്ത ദിവസം ചാർലി ഓഫീസിൽ അവന്റെ ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ തവണ അവൻ ആരും കാണാതെ പ്രിന്റ് എടുത്ത ആ ഒരു കോപ്പീസ് ഒക്കെ ആയിട്ടാണ് ആ ഒരു ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് ചെന്നത്. ചാർലിയുടെ ബോസ് ആയിട്ടുള്ള മൂർ ചെയ്തിട്ടുള്ള എല്ലാ അഴിമതികളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയായിരുന്നു അവന്റെ കയ്യിലുള്ള ആ ഫയലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫയൽസ് കാണിച്ച് അവൻ അവരെ വരട്ടുകയാണ്. പിന്നെ ഈ ഒരു ചീഫായിട്ടുള്ള മൂർ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ലൊരു ബോസ് അല്ല. സിറിയയിലെ ഹോസ്പിറ്റലിൽ നടന്ന ഒരു ആക്രമണത്തിന് പിന്നിൽ അതിനും മൂറിന്റെ പങ്കുണ്ട്.
യമനിലെ ഒരു അല്ലൈഡ് ബേസിൽ അവിടെ നടന്ന ആക്രമണത്തിലും മൂറിന് വലിയൊരു പങ്കുണ്ടെന്ന് ആ ഒരു തെളിവുകൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ആക്രമണത്തിലൊക്കെ ഏറെക്കുറെ 1000 സിവിലിയൻസ് ആണ് മരണപ്പെട്ടത്. ഇതേത് നിമിഷം വേണമെങ്കിലും CIA ഡയറക്ടറിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അവരെ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല അവിടുത്തെ ഓൺലൈൻ മീഡിയയിലേക്കും എനിക്കിത് അയക്കാൻ കഴിയുമെന്ന് അവൻ അവരോട് പറഞ്ഞു. ഇനി എന്നെ വരട്ടി എന്നെ കൊല്ലാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനുവേണ്ട സൂത്രപ്പണികളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ 5 മണിക്കൂർ കൂടുമ്പോൾ ഒരു സ്പെഷ്യൽ കോഡ് ഞാൻ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്തില്ലെങ്കിൽ ഈ ലോഗും ഈ ഫയൽസും എല്ലാം ഓൺലൈൻ മീഡിയയ്ക്ക് സെൻഡ് ആകും. അങ്ങനെ അതുപോലുള്ള ഒരു ട്രാപ്പിലാണ് സത്യം പറഞ്ഞാൽ ചാർലി അവരിപ്പോൾ പെടുത്തിയിരിക്കുന്നത്. പോട്ടെ, ഇതൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്താണ് താങ്കൾ ചെയ്യേണ്ടതെന്ന് ആ ഓഫീസേഴ്സ് ചാർലിയോട് ചോദിച്ചു. പ്രത്യുപകാരമായിട്ട് തന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചാർലി അവരോട് വിവരിച്ചു പറഞ്ഞു. CIA ഒരു ഫുൾ ട്രെയിനിങ്, ഒരു ഫേക്ക് പാസ്പോർട്ട്, കുറച്ച് പണം, ഒരു തോക്ക്, പിന്നീട് സാറയുടെ കില്ലേഴ്സിന്റെ ഡീറ്റെയിൽസും അവരുടെ ലൊക്കേഷനും ഇതാണ് അവൻ ആവശ്യപ്പെട്ടത്. ചാർലി ഇങ്ങനെ തന്റെ കാര്യങ്ങളും ഡിമാൻഡും എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ അവന്റെ കാറിലേക്ക് കയറി ഉടനെ തന്നെ അവൻ അവിടെ വെച്ച് തന്നെ വൊമിറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ കാരണവും അവനിപ്പോൾ നേരിടുന്ന ഈ ഒരു വലിയ സ്ട്രെസ് തന്നെയാണ്. ഓഫീസിലുള്ള ചീഫ് മൂറ് ബാക്കിയുള്ളവരോട് ഒരു കാര്യം പറയുകയാണ്. അവന്റെ ആ ഒരു ഡെഡ്മാൻ സ്ട്രാറ്റജി, അതായത് അവൻ എന്തെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ 5 മണിക്കൂറിൽ തന്നെ ഒരു പ്രത്യേക കോഡ് പോയിട്ട് നമ്മളെ പറ്റിയുള്ള സ്പെഷ്യൽ ഡോക്യുമെന്റ്സ് അത് ഗവൺമെന്റിന്റെ കയ്യിൽ പോകും. ആ ഒരു കാര്യം പറഞ്ഞത് അത് വെറും ബ്ലഫായിട്ട് അവൻ പറഞ്ഞതാണ്. എന്നാൽ അവന്റെ ബോസ് ആയിട്ടുള്ള കാലബ് പറഞ്ഞു, ഇനിയും അതൊരു ബ്ലഫ് തന്നെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയത്തില്ല. ഇവൻ എങ്ങനെ ഇതിൽ നിന്ന് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒപ്പിച്ചു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവൻ പറഞ്ഞ ഈ ഒരു അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അവന് കൊടുക്കുന്ന ആ ഒരു CIA ട്രെയിനിങ്ങിൽ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് രീതിയിൽ അവനെ കൊന്നുകളയാനും നമുക്ക് കഴിയും. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ഓഫീസർ കാലബും ബാക്കിയുള്ളവരുമെല്ലാം ചാർലി എങ്ങനെയാ ഡോക്യുമെന്റ്സ് പരിശോധിച്ചെടുത്തെന്ന് അവർ പരിശോധിച്ച് നോക്കുകയാണ്. കൂടുതൽ പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ചാർലി സ്കിമ്മർ എന്നൊരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓഫീസിലെ സിസ്റ്റം എല്ലാം അത്യാവശ്യം സെക്യൂർഡ് ആണ്. ഈ ഒരു സ്കിമ്മർ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ കഴിയത്തില്ല. പകരം അവനൊരു പ്രിന്ററിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവൻ ആവശ്യമായ ഫയലുകൾ ഒരു പ്രിന്ററിലേക്ക് സെൻഡ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് അവൻ ആ ഡേറ്റ എല്ലാം കോപ്പി ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഫൂട്ടേജ് എല്ലാം അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ചാർലി ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് എങ്ങനെ ഓഫീസിനകത്ത് കയറ്റിയെന്നോ അതെവിടെ പുറത്തെടുത്തെന്നോ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ സെർച്ച് ചെയ്യാനായിട്ട് ചാർലിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ചാർലി 2 തവണ ഒരു ബാറിലേക്ക് ചെന്നിട്ടുണ്ട്. അവർ നേരെ ആ ഒരു ബാറിലേക്ക് ചെന്ന് അവിടെയും പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂക്ക് ബോക്സിന്റെ അടിയിൽ നിന്ന് ഒരു CD ആണ് അവർക്ക് കിട്ടിയത്. കാലബ് ആ ഒരു CD ജൂക്ക് ബോക്സിൽ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് നോയ്സ് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. അവർ അങ്ങനെ ചാർലി ഉപേക്ഷിച്ച ആ ഒരു CD എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ചാർലി ആകട്ടെ CIA ട്രെയിനിങ് ഫെസിലിറ്റിയിലേക്ക് വരികയാണ്. വന്നപ്പോൾ തന്നെ ചാർലിയെ വെൽക്കം ചെയ്തത് അവിടുത്തെ കേണലായിട്ടുള്ള ഹെൻഡേഴ്സൺ ആണ്. ഇനി ഹെൻഡേഴ്സൺ ആയിരിക്കും അവന്റെ ആ ഒരു ഒഫീഷ്യൽ ട്രെയിനർ. ആദ്യമേ തന്നെ ചാർലിനെ കൊണ്ട് ഷൂട്ടിംഗ് റേഞ്ചാണ് ഹെൻഡേഴ്സൺ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. എന്നാൽ ചാർലി ഒരു പ്രൊഫഷണൽ ഷൂട്ടർ അല്ലാത്തത് കൊണ്ട് ഷൂട്ടിംഗ് റേഞ്ചിന്റെ അടുത്ത് എന്നിട്ട് വേണം അവൻ ആ ഒരു ഷൂട്ടിംഗ് നടത്താനായിട്ട്. ഷൂട്ടിങ്ങിൽ അല്പം പുറകിലായിരുന്നെങ്കിലും ബോംബുണ്ടാക്കുന്നതിൽ ചാർലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ട്രെയിനർ ആയിട്ടുള്ള ഹെൻഡേഴ്സനെ അത് ഇംപ്രസ് ചെയ്തു. അടുത്തതായിട്ട് അവനൊരു പുതിയ ഐഡന്റിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യണം. ചാർലി എന്ന ആ ഒരു ഐഡന്റിറ്റി ക്യാരക്ടർ മാറി പുതിയൊരാളായിട്ട് ബിഹേവ് ചെയ്യണം. അതിനുവേണ്ടി ഹെൻഡേഴ്സൺ അവനെ പരമാവധി ഹറാസ് ചെയ്ത് അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു ട്രെയിനിങ്ങിൽ അവന്റെ ആ ഒരു പുതിയ ഐഡന്റിറ്റിയാണ് അവൻ റിവീൽ ചെയ്തത്. അതായത് ഏത് ടഫ് പ്രഷർ സിറ്റുവേഷനിലും പുതിയ ഐഡന്റിറ്റിയാണ് ചാർലി റിവീൽ ചെയ്യുന്നത്. അങ്ങനെ അവസാനമായിട്ട് ചാർലിക്ക് ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ. ആ ദിവസം രാത്രി ഹെൻഡേഴ്സൺ ചാർലിയുടെ അടുത്ത് വന്ന് ചാർലിയോട് ഒരു കാര്യം പറയുകയാണ്. ചാർലി, ഞാൻ നിനക്ക് ഈ ഒരു ടഫ് ട്രെയിനിങ് ഒക്കെ തന്നെങ്കിലും അത് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ഉപയോഗിക്കരുത് എന്ന് എനിക്ക് വാശിയുണ്ട്. നീ ഒരു കില്ലർ അല്ല. പക്ഷേ ചാർലി അതിനൊരു കാര്യം മാത്രമാണ് മറുപടി പറഞ്ഞത്. മരിച്ചുപോയ തന്റെ ഭാര്യയ്ക്കും തനിക്കും നീതി വേണം. ഹെൻഡേഴ്സൺ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവന്റെ കയ്യിലുള്ള ഗണ്ണ് ചാർലിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ ചെസ്റ്റിലേക്ക് എയിം ചെയ്യാനായിട്ട് പറയുകയാണ്. ചാർലി എയിം ചെയ്ത് പിടിച്ചിരുന്നെങ്കിലും അവന്റെ കൈ നന്നായിട്ട് വിറച്ചിരുന്നു. ചാർലി അങ്ങനെ ആ ഒരു വിറയലോട് കൂടെ തന്നെ കൈ താഴ്ത്തുകയാണ്. ഇതേ സമയം CIA ഓഫീസിലാകട്ടെ ചാർലിയുടേതെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ആ ഒരു CD ഡീകോഡ് ചെയ്യാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം ഡീകോഡ് ചെയ്തതിലൂടെ അവർക്കൊരു കാര്യം മനസ്സിലായി. ഡെഡ്മാൻ സ്വിച്ച് എന്ന് പറഞ്ഞ് ചാർലി അവരെ നേരത്തെ ബ്ലഫ് ചെയ്തതാണ്. അതായത് ഓരോ 5 മണിക്കൂർ ഇടവിട്ട് അവനൊരു കോഡ് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ബോസായിട്ടുള്ള മൂറിന്റെ ആ ഒരു അഴിമതിയും അതിനെപ്പറ്റിയുള്ള ആ ഒരു ഡോക്യുമെന്റ്സ് അത് ന്യൂസ് ചാനലുകളിൽ റിപ്പോർട്ട് ആകുമെന്ന് പറഞ്ഞ് അവൻ ബ്ലഫ് ചെയ്തൊരു കാര്യം മാത്രമായിരുന്നു. ഈ ഒരു കാര്യം ഡീകോഡ് ചെയ്ത ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫ് അവരുടെ ചീഫ് ഓഫീസേഴ്സിനോട് കാര്യം പറഞ്ഞു. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു സ്പൈ മൈക്രോഫോണിലൂടെ ചാർലി എല്ലാം കേട്ടറിയുന്നുണ്ടായിരുന്നു. ചാർലി അവന്റെ ഓഫീസേഴ്സിന് കൊടുത്ത ആ ഒരു ഫയലിൽ ബഗ്ഗായിട്ട് ഒരു മൈക്രോഫോൺ അവൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അതിലൂടെയാണ് ചാർലി ഈ വിവരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഉടനെ തന്നെ
ചീഫായിട്ടുള്ള മൂർ ഹെൻഡേഴ്സനെ വിളിച്ച് ചാർലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. എന്നാൽ ഇതിനോടകം തന്നെ ചാർലി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഹെൻഡേഴ്സന്റെ കോൾ കട്ട് ചെയ്ത് ഫയൽ നോക്കിയപ്പോഴാണ് ചാർലി ഒളിപ്പിച്ചു വെച്ച ആ ഒരു ഹിഡൻ മൈക്രോഫോൺ മൂർ കണ്ടുപിടിച്ചത്. മൂർ അതുകൊണ്ട് നേരിട്ട് തന്നെ ആ മൈക്രോഫോണിലൂടെ ചാർലിയോട് പറയുകയാണ് അവൻ തങ്ങളോട് ചെയ്തത് വലിയൊരു ചതിയാണെന്ന്. ഇതേ സമയത്ത് ചാർലി ആകട്ടെ അവൻ കേട്ടോണ്ടിരുന്ന ആ ഒരു ഇയർ പീസ് എല്ലാം കളഞ്ഞിട്ട് അവൻ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയ അവസാനം ചാർലി പാരീസിലെത്തുകയാണ്. അങ്ങനെ കസ്റ്റംസിന്റെ അടുത്ത് നിന്നെല്ലാം ക്ലിയർ ചെയ്ത് ഫേക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് ചാർലി പാരീസിലെത്തുന്നു. പക്ഷേ ചാർലിയുടെ ആ ഒരു ഫേക്ക് പാസ്പോർട്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് CIA ഏജൻസിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഹെൻഡേഴ്സിനെ തന്നെ പാരീസിലേക്ക് ചാർലിനെ പിടിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ് മൂർ. ചാർലി പാരീസിൽ ചെന്നതാകട്ടെ അവന്റെ വൈഫിനെ കൊന്ന അവളുടെ മരണത്തിന് കാരണമായ ആ 4 പേരെയും തട്ടിക്കളയാനായിട്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചു കൊടുക്കാനായിട്ടായിരുന്നു. അവൻ ആദ്യമേ തന്നെ ലക്ഷ്യമിട്ടതാകട്ടെ തീവ്രവാദികളിൽ പെട്ടിരുന്ന ഫോർമർ ഇന്റലിജൻസ് ഓഫീസറായിട്ടുള്ള ഗ്രച്ചനെയാണ്. ഗ്രച്ചൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു റൂം റെന്റ് ചെയ്താണ് അവൻ ആ ദിവസം അവിടെ താമസിച്ചത്. അവളെ കാണാൻ പറ്റുന്ന രീതിയിൽ അവളുടെ ഫോണും ട്രാക്ക് ചെയ്തിട്ടായിരുന്നു ചാർലി ആ ഒരു മുറിയിൽ താമസിച്ചു കൂടിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഗ്രച്ചൻ അവളുടെ മുറിക്ക് വെളിയിൽ ഇറങ്ങിപ്പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ അവളുടെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി ചെന്ന് അപ്പാർട്ട്മെന്റിലെ ആൾക്കാരെല്ലാം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഗ്രച്ചന്റെ ആ ഒരു മുറിയിലേക്ക് കയറി കൂടാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു ലോക്ക് അഴിക്കുന്ന വീഡിയോ ഒക്കെ ഫോണിൽ കണ്ടുകൊണ്ടാണ് അവൻ ആ വീടിന്റെ ലോക്ക് അഴിച്ചു മാറ്റുന്നത്. അങ്ങനെ ഒരു വിധത്തിലാണ് അവളുടെ ഫ്ലാറ്റിലേക്ക് ചാർലി കയറി കൂടുന്നത്. അങ്ങനെ അകത്ത് കയറി അവളുടെ അപ്പാർട്ട്മെന്റ് നന്നായിട്ട് സെർച്ച് ചെയ്തപ്പോൾ അവളുടെ ആ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ആ ഒരു ഡെയിലി സ്കെഡ്യൂള് അവൻ അത് കാണുകയാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഡ്രോയർ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ഗണ്ണും ഇരിക്കുന്നു. അവൻ ആ ഗണ്ണും കൈവശമാക്കിയിട്ട് ഒന്ന് മാറി നിന്നപ്പോഴാണ് ഗ്രച്ചൻ തിരികെ വരുന്നതായിട്ട് അവന്റെ ട്രാക്കറിൽ ഒരു സിഗ്നൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അവനെ മുറിയിൽ നിന്നിറങ്ങി അവിടുത്തെ സ്റ്റേഴ്സിന്റെ അവിടെ പോയിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മറിഞ്ഞിരുന്ന് സ്റ്റെപ്പ് കയറി വരുന്ന ഗ്രച്ചനെ നോക്കി വെടിവെച്ച് കൊല്ലാനായിരുന്നു അവന്റെ പ്ലാൻ. എന്നാൽ അവൾ അറിയാതെ അവളുടെ നേരെ നോക്കി ട്രിഗർ വലിക്കാനായിട്ട് അവനെന്തോ കഴിഞ്ഞില്ല. അവളെ കൊല്ലാൻ പറ്റാത്ത ആ ഒരു നിരാശയിൽ അവൻ നേരെ അവന്റെ ഫ്ലാറ്റിലേക്ക് തന്നെ കയറി പോവുകയാണ്. മുറിയിൽ പോയ ചാർലിക്കാകട്ടെ അവന്റെ ഭാര്യ, അവന്റെ മരിച്ചുപോയ ഭാര്യ സാറ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുകളായിരുന്നു. ആ ഒരു തോന്നലുകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവളുടെ മുറിയിൽ നിന്നെടുത്ത ആ ഒരു ഷെഡ്യൂളിന്റെ ആ ഒരു ഫോട്ടോ അവൻ എടുത്ത് നോക്കുകയാണ്. ഫോണിലെടുത്ത ആ ഒരു ഫോട്ടോ നോക്കിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഗ്രച്ചൻ ഒട്ടുമിക്ക ദിവസവും ഒരു ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവളുടെ ഹെൽത്ത് ഹിസ്റ്ററിയുടെ പരിശോധിച്ചപ്പോൾ അവനൊരു കാര്യം ഉറപ്പായി, അവൾക്ക് അലർജി ഉണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചാർലി തൊട്ടടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങുകയാണ്. അത് വാങ്ങി ഒരു കഫയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചാർലി. അങ്ങനെ ഗ്രച്ചൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവൻ അവളെ ഫോളോ ചെയ്തു പോയി. ഹോസ്പിറ്റലിനകത്താകട്ടെ ഗ്രച്ചൻ അവളുടെ അലർജിക്കുള്ള ചില ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവൾ നടത്തുന്ന ആ ഒരു ടെസ്റ്റിനിടയിലാണ് അവിടുത്തെ ഡോക്ടർ അവിടുത്തെ എക്യുപ്മെന്റ്സ് മാൽഫങ്ഷൻ ആയിരിക്കുന്നത് ശ്രദ്ധിച്ചത്. അവിടുത്തെ സ്ക്രീന് എന്തോ മാൽഫങ്ഷൻ ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ ആകട്ടെ ഒരു ഹെൽപ്പിനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ആ സമയത്ത് തന്നെ ചാർലി ഒരു ഡോക്ടറിന്റെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ആ ഒരു ഗ്ലാസ് ചാമ്പറിലായിരുന്ന ഗ്രച്ചനെ ലോക്ക് ചെയ്തിട്ട് ആ ഒരു ഗ്ലാസ് ചാമ്പറിനകത്തേക്ക് തന്നെ പൂക്കളുടെ അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ ആ ഒരു പൂമ്പൊടി അതവൻ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഒന്നാമത് ഗ്രച്ചന് അലർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു പോളൻ ഗ്രീൻസ് അല്ലെങ്കിൽ പൂമ്പൊടികൾ കാരണം അവളുടെ അലർജി കൂടത്തേ ഉള്ളൂ. ഗ്രച്ചനാകട്ടെ ഇതൊക്കെ കണ്ട് പാനിക്കായിട്ട് ഡോക്ടർമാരെ അലറി വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഡോറ് അകത്തുനിന്ന് ലോക്ക് ആയതുകൊണ്ട് പുറത്തുള്ള ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. ഈ ഒരു പോളൻ ഗ്രീൻസ് കാരണം ഗ്രച്ചന്റെ അലർജി ഭയങ്കരമായിട്ടും കൂടി. അവളങ്ങനെ അത്യാവശ്യം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള ഹോഴ്സ്റ്റ് എന്നു പേരുള്ള ആ ഒരു മേഴ്സണറി അവൻ എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ചാമ്പർ തുറന്നു വിടാം. എന്റെ ഭാര്യനെ വെടിവെച്ചു കൊന്നത് അവനാണ്, എനിക്ക് അവനെ മാത്രം കിട്ടിയാൽ മതിയെന്ന് ചാർലി ഗ്രച്ചനോട് പറയുകയാണ്. എന്നാൽ അലർജി മൂർച്ഛിച്ചത് മൂലം അവൾക്കൊന്നും സംസാരിക്കാൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് അവൾക്ക് സംസാരിക്കാനായിട്ട് അവൻ ആ ചേംബർ ഒന്ന് തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു ചേംബർ തുറന്ന ഉടനെ തന്നെ ഗ്രച്ചൻ ചാർലിനെ തള്ളി താഴെയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ പരസ്പരം അത്യാവശ്യം നല്ല അടിയാവുകയാണ്. അടിയുടെ അവസാനം ചാർലി അവന്റെ തോക്കെടുത്ത് അവളെ വെടിവെക്കാൻ വന്നെങ്കിലും ഗ്രച്ചൻ പിന്നീടും അവനെയും തള്ളി താഴെയിട്ട് ആ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. പുറത്ത് ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അവളുടെ പുറകെ തന്നെ ചാർലിയും വെച്ച് പിടിക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങിയ അവളെ ഒന്ന് വെടിവെക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഒരു കാറ് വന്നിടിച്ച് ഗ്രച്ചൻ അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നു. മരണപ്പെട്ട് കിടക്കുന്ന ഗ്രച്ചനെ കണ്ട് ചാർലി ഒന്ന് ഭയപ്പെട്ടെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ ഒരു ഫോൺ എടുത്തിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അവനുപയോഗിച്ച ആ ഒരു ലാബ് കോട്ടും ട്രാഷിലിട്ട് അവൻ അവിടെ നിന്ന് പരമാവധി ഓടി രക്ഷപ്പെട്ടു. തിരിച്ചു മുറിയിൽ ചെന്ന് അവന്റെ കയ്യിലും ദേഹത്തുമുള്ള രക്തമെല്ലാം അവൻ കഴുകി കളയുകയാണ്. എന്നിട്ട് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവൻ പാക്ക് ചെയ്തു വെച്ചു. അന്നേ രാത്രി തന്നെ അവൻ ബസ് സ്റ്റേഷനിലേക്ക് ചെന്ന് മാർസലിലേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റും അവൻ വാങ്ങി. അങ്ങനെ അധികം വൈകാതെ തന്നെ ഗ്രച്ചന്റെ ആ ഒരു മരണത്തെപ്പറ്റി CIAയും അതിന്റെ ഏജൻസിയും എല്ലാം തിരിച്ചറിഞ്ഞു. ഓബ്രൈൻ എന്ന ആ ഒരു CIAയുടെ ഡയറക്ടർ ഗ്രച്ചന്റെ മരണത്തെപ്പറ്റി മൂറിനോട് ചോദിക്കുകയാണ്. എന്നാൽ അവളാകട്ടെ അവളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവളെ ചതിച്ചു കൊന്നതാണെന്നാണ് മൂർ മറുപടി പറഞ്ഞത്.
ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഓബ്രയൻ അറിയരുതെന്ന വാശിയോടെയാണ് അവൻ ഈ ഒരു കള്ളങ്ങളൊക്കെ പറഞ്ഞത്. ഇതേ സമയം ചാർലി കാണിക്കുകയാണെങ്കിൽ ഗ്രച്ചന്റെ മരണത്തിൽ അവന് ചെറിയ കുറ്റബോധമുണ്ട്. അവളെ കൊല്ലണമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ആ കുറ്റബോധത്തിൽ ഒരു ബാറിൽ ചെന്നിട്ട് അവൻ നല്ല ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു പബ്ബിൽ ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീയെ അവൻ കണ്ടത്. ആ ഒരു സ്ത്രീയെ കണ്ട് സാറയെ പോലെ തോന്നിയെങ്കിലും അടുത്ത് ചെന്നപ്പോൾ അത് സാറയല്ല എന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഒരു പബ്ബിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബാറിലേക്ക് ഇവനെ അന്വേഷിച്ച് ഇവനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഹെൻഡേഴ്സൺ വരുന്നത് ചാർലി കണ്ടത്. ചാർലി ഉടൻ തന്നെ ബാറിലെ ആൾക്കാരെല്ലാം തള്ളി മാറ്റി ഒരു വിധത്തിൽ പുറത്തേക്ക് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അവന്റെ പുറകെ തന്നെ ഹെൻഡേഴ്സണും വെച്ചു പിടിക്കുന്നുണ്ട്. ചാർലി ഇങ്ങനെ ഓടിക്കേറി ഹൈഡ് ചെയ്തതാകട്ടെ മറ്റൊരു ബാറിലേക്കായിരുന്നു. ചാർലി വെപ്രാളപ്പെട്ട് ആ ഒരു ബാറിലെ ഒരു ബാത്റൂമിലേക്ക് കയറിയാണ് അവൻ ഒളിച്ചത്. എന്നിട്ട് ആ ഒരു ബാത്റൂമിന്റെ ഡോറും അവൻ ലോക്ക് ചെയ്തു. ബാത്റൂമിലെ ജനൽ വഴി രക്ഷപ്പെടാമെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിന് ജനലുമില്ല. മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് ചാർലി സോമനസ വാതിൽ തുറന്ന് ഹെൻഡേഴ്സിന് കീഴടങ്ങുകയാണ്. അങ്ങനെ അവസാനം രണ്ടുപേരും ആ ഒരു ബാറിൽ വെച്ച് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ചാർലി ഹെൻഡേഴ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് അവനെ ട്രാക്ക് ചെയ്തതെന്ന്. മരണപ്പെട്ട ഗ്രച്ചന്റെ ആ ഒരു ഫോണ് അതിപ്പോഴും അവന്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഗ്രച്ചന്റെ ഫോൺ ഉപയോഗിച്ചാണ് ഹെൻഡേഴ്സൺ സത്യം പറഞ്ഞാൽ ട്രാക്ക് ചെയ്തത്. അങ്ങനെ അവരുടെ ആ ഒരു സംസാരത്തിനിടയിലാണ് ചാർലി പെട്ടെന്ന് അവന്റെ ഫോണിൽ ഒരു ടൈമർ പൊക്കി കാണിച്ചത്. പെട്ടെന്ന് തന്നെ അവൻ ഹെൻഡേഴ്സന്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഓടി. അതേ സമയത്ത് തന്നെയാണ് ബാത്റൂമിൽ അവൻ വെച്ച ചെറിയൊരു എക്സ്പ്ലോസീവ് ഒരു ബോംബ് പൊട്ടിത്തെറിച്ചത്. അത് കാരണം അവിടെ ചുറ്റും പുകയായതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ചാർലി ഇറങ്ങി ഓടി. പുറത്തേക്ക് ഇറങ്ങി വന്ന് ഹെൻഡേഴ്സൺ നോക്കിയപ്പോഴാകട്ടെ അവനെ കാണുന്നുമില്ല. അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. മാത്രമല്ല ഗ്രച്ചന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രച്ചന്റെ ഫോണിലെ ആ ഒരു ട്രാക്കറും വർക്കാകുന്നില്ല. അങ്ങനെ തൊട്ടടുത്ത ദിവസം ചാർലി കാണിക്കുകയാണെങ്കിൽ ചാർലി ഒരു കാർഗോ പ്ലെയിനിൽ കയറി ടർക്കിയിലേക്ക് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്നതിനിടയിൽ നമ്മൾ കഥയുടെ ആദ്യം കണ്ട ചാർലി ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുള്ള ഇൻക്യുലിൻ എന്ന് പറയുന്ന ആ ഒരു അനോണിമസ് ആയിട്ടുള്ള ആൾക്ക് മെസ്സേജ് അയക്കുകയാണ്. തന്നെ ഈ ഒരു അത്യാവശ്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവൻ ഇൻക്യുലിന് മെസ്സേജ് അയച്ചത്. അങ്ങനെ ഒരു വിധത്തിലാണ് ചാർലി ഇസ്താൻബുളിൽ എത്തുന്നത്. അവിടുത്തെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ചാർലി ഇൻക്യുലിന് മെസ്സേജ് അയച്ച് ഇൻക്യുലിന്റെ ആ ഒരു ഹെൽപ്പിന് വേണ്ടി അവൻ മെസ്സേജ് അയക്കുകയായിരുന്നു. ഇൻക്യുലിനെ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചത്. അയാളുടെ അടുത്തേക്ക് ചാർലി അപ്രോച്ച് ചെയ്യാൻ വന്നപ്പോൾ ഒരു സ്ത്രീ അവനെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ആ സ്ത്രീ അവനോട് പറഞ്ഞത്. ചാർലി അങ്ങനെ ഉടൻ തന്നെ ആ ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിലിറങ്ങി ഉടനെ തന്നെ ആ ഒരു സ്ത്രീ പിന്നീടും ചാർലിനെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ അപ്രോച്ച് ചെയ്ത ആ ഒരു സ്ത്രീ അവസാനം ചാർലിയോട് കൺഫേം ചെയ്ത് പറയുകയാണ് ആ ഒരു സ്ത്രീ തന്നെയാണ് ഇൻക്യുലിൻ. അതായത് അവൻ അനോണിമസ് ആയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സ്ത്രീ ഇൻക്യുലിൻ തന്നെയാണ്. ഇൻക്യുലിന് ചാർലിയുടെ ഭാര്യ സാറ മരണപ്പെട്ട കാര്യം അറിയാം. അപ്പോൾ അതിന്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കാനായിട്ട് താൻ സഹായിക്കാമെന്ന് ഇൻക്യുലിൻ അവന് വാക്ക് കൊടുക്കുകയാണ്. ഹെൻഡേഴ്സണും അവന്റെ സംഘവും രണ്ടുപേരും പിടിക്കാതിരിക്കാനായിട്ട് രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് മാറിപ്പോവുകയാണ്. ശേഷം ഒരു ഗരാജിന്റെ അവിടെ മീറ്റ് ചെയ്യാമെന്നാണ് ഇൻക്യുലിൻ അവനോട് പറഞ്ഞത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം രണ്ടുപേരും കണ്ടുമുട്ടി. ഇൻക്യുലിൻ ആകട്ടെ കാറിൽ അവനെയും കൂട്ടിക്കൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു കാർ യാത്രക്കിടയിൽ ഇൻക്യുലിൻ അവൾ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സത്യത്തിൽ ഒരു 6 വർഷങ്ങൾക്ക് മുൻപാണ് ഇൻക്യുലിൻ ഇങ്ങനെ ഒരു ഹാക്കറായത്. അതും അവളുടെ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം. CIA വേണ്ടി വർക്ക് ചെയ്ത അവരുടെ ഒരു അസറ്റ് തന്നെയായിരുന്നു അവളുടെ ഹസ്ബൻഡ്. CIA വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ റഷ്യൻ ഇന്റലിജൻസിന് വേണ്ടിയും അയാൾ വർക്ക് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻക്യുലിൻ എന്ന ഈ ഒരു ഐഡന്റിറ്റി അത് യഥാർത്ഥത്തിൽ അയാളുടേതാണ്. എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു കാര്യങ്ങളും ഹാക്കിങ്ങും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അനോണിമസ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും അതിന്റെ കാര്യങ്ങളെ പറ്റിയെല്ലാം എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിന്റെ മരണശേഷം ഞാൻ ഇൻക്യുലിനായിട്ട് ആ ഒരു ഐഡന്റിറ്റി എടുത്തത്. മാത്രമല്ല തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതാകട്ടെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീണാണ്. അങ്ങനെ തന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം ഇൻക്യുലിൻ അവനോട് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇൻക്യുലിൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. കുറച്ച് വർഷമായിട്ട് ഏറെക്കുറെ 3 വർഷമായിട്ട് ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വീട്. അതിനു മുൻപ് ഇത്രയും നാൾ വരെ പലരിൽ നിന്നും ഞാനൊരു ഓട്ടമായിരുന്നു. അതിന്റെ കൂടെ തന്നെ റഷ്യൻ ഇന്റലിജൻസും അങ്ങനെ പല ഏജൻസിക്കും അവളുടെ പുറകെ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും തന്നെ കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ സ്വയം മരണപ്പെടാനായിട്ട് ഒരു തോക്കും കരുതിയിട്ടുണ്ടെന്ന് അവൾ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ അവരുടെ ആ ഒരു പ്രധാന കേസിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഇൻക്യുലിൻ സംസാരിക്കാൻ തുടങ്ങി. ലണ്ടനിലെ ആ ഒരു അറ്റാക്കിന് കാരണക്കാരനായിട്ടുള്ള ഹോഴ്സ്റ്റ് നിങ്ങളുടെ ചീഫായിട്ടുള്ള മൂറിന് വേണ്ടി മെഴ്സണറീസ് അല്ലെങ്കിൽ കൂലിപ്പട്ടാൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഹോഴ്സ്റ്റ് ആണ്. അവരുടെ കൂടെയുള്ള ലോറൻസ് ഒരു ആംസ് ഡീലറാണ്. ഇൻക്യുലിൻ ലോറൻസുമായിട്ട് ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ ആംസ് ഡീലിംഗ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാണ് മിക്കവാറും കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നീട് അവസാനമായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള മീഷ്ക, അവൻ കൂടുതലും യാത്ര ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അവൻ എന്ത് യാത്ര ചെയ്താലും അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മീഷ്കയുടെ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് അതിൽ ഒരു സ്ത്രീയുടെ പടം അവർ ശ്രദ്ധിച്ചത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്പെയിനിലുള്ള ഒരു സ്ത്രീയാണെന്ന് അവർക്ക് മനസ്സിലായി.
ഇതേ സമയത്ത് കാലബ് ആകട്ടെ ആ ഒരു ടെററിസ്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനും അവരെ ട്രാക്ക് ചെയ്യാനുമായിട്ട് ഓഫീസേഴ്സിനോട് പറയുകയാണ്. അവരെ ഫോളോ ചെയ്യുന്നത് വഴി ചാർലിനെ പിടിക്കാനായിട്ടാണ് ഇപ്പോൾ കാലബ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഡയറക്ടർ ഓബ്രയൻ മൂറിനെ മീറ്റ് ചെയ്യുകയാണ്. മഫ്തിയിൽ ഇവർ നടത്തുന്ന, അതായത് CIA ആരും അറിയാതെ ഇവർ ചെയ്യുന്ന ചാർലിക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ അതെല്ലാം അവസാനിപ്പിക്കണമെന്ന് മൂറിനോട് ഓബ്രയൻ പറയുകയാണ്. എന്നാൽ മൂറാകട്ടെ മറ്റൊരു രീതിയിലായിരുന്നു ഓബ്രയനോട് മറുപടി പറഞ്ഞത്. നിങ്ങൾക്ക് തൊട്ട് മുൻപുണ്ടായിരുന്ന ആ ഒരു ഡയറക്ടർമാരോട് പറഞ്ഞത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ലെന്ന് മൂറ് അവളോട് പറയുകയാണ്. ഏതായാലും മറ്റു മാർഗമില്ലാഞ്ഞിട്ട് ഓബ്രയൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ തിരികെ കാറിൽ വന്നിരുന്നപ്പോഴാണ് ഡയറക്ടറായിട്ടുള്ള ഓബ്രയന്റെ അസിസ്റ്റന്റ് സ്പെയിനിൽ വെച്ച് ഹെൻഡേഴ്സനെ ലൊക്കേറ്റ് ചെയ്ത കാര്യം അവൾക്ക് കാണിച്ചു കൊടുത്തത്. അതായത് ആ തീവ്രവാദികൾക്കും ചാർലിക്കും പുറകെ മൂറിന്റെ ആളായിട്ടുള്ള ഹെൻഡേഴ്സൺ ഉണ്ടെന്ന് ഓബ്രയന് മനസ്സിലായി. അതുകൊണ്ട് ഹെൻഡേഴ്സനെ ട്രാക്ക് ചെയ്യാനായിട്ടും അവനെ ഫോളോ ചെയ്യാനുമായിട്ട് CIA ഒഫീഷ്യൽ ഏജൻസിയിൽ നിന്ന് മറ്റൊരാളെ കൂടെ ഓബ്രയൻ നിയമിക്കുകയാണ്. ഇതേ സമയം തന്നെ മറു സൈഡ് കാണിക്കുകയാണെങ്കിൽ മീഷ്ക താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്ന് ആ ഒരു ഹോട്ടലിന്റെ CCTV ക്യാമറ ഹാക്ക് ചെയ്ത് അവർ കണ്ടുപിടിക്കുകയാണ്. ചാർലി അങ്ങനെ ഒട്ടും താമസിക്കാതെ അവൻ താമസിക്കുന്ന മാഡ്രിഡിലെ ആ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അവൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ചാർലിയും ഒരു റൂം എടുത്തു. അങ്ങനെയാണ് ചാർലി ഒരു കാര്യം മനസ്സിലാക്കിയത്. ഹോട്ടലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്രാൻസ്പെറന്റ് പൂൾ, അതായത് ഒരു സ്വിമ്മിംഗ് പൂൾ, മിക്കവാറും ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ നീന്താറുള്ളതാണ് മീഷ്ക. ചാർലി അങ്ങനെ ഈ ഒരു ഇൻഫോർമേഷൻ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. എന്നാൽ ചാർലി അറിയാതെ തന്നെ അവനെയും ട്രാക്ക് ചെയ്ത് ഹെൻഡേഴ്സൺ ആ ഒരു ഹോട്ടലിന്റെ താഴത്തെ നിലയിലുണ്ടായിരുന്നു. ആ ദിവസം വൈകിട്ട് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ചാർലി മീഷ്കനെ കൊടുക്കാനായിട്ട് ഒരു ഡിവൈസ് അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതങ്ങനെ ആ ഒരു മുറിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവൻ ആ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ചാർലി അങ്ങനെ ലോബിയിലുള്ള ഹെൻഡേഴ്സൺ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ഹോട്ടലിലെ ആ ഒരു ബാറിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ അവിടെ ഇരുന്നപ്പോഴാണ് CIA ഏർപ്പെടുത്തിയ മറ്റൊരു ഏജന്റ് ആ ബാറിൽ ഉണ്ടായിരുന്ന കാര്യം അവൻ ശ്രദ്ധിച്ചത്. അതായത് തന്നെ ഫോളോ ചെയ്ത് മറ്റൊരാളുണ്ടെന്ന് ചാർലി അപ്പോഴാണ് മനസ്സിലാക്കിയത്. ചാർലി അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ അവന്റെ ചെവിയിലുള്ള ഇയർപീസ് ഉപയോഗിച്ച് ഇൻഗിലിനെ വിളിച്ച് ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. ഇൻഗിലിനാകട്ടെ അവന്റെ ആ ഒരു ഫേസ് ചെക്ക് ചെയ്തപ്പോൾ അത് CIA ഏജന്റ് ആണെന്ന് ഇൻഗിലിൻ ഉറപ്പ് വരുത്തുകയാണ്. അതിന്റെ കൂടെ തന്നെ ഹെൻഡേഴ്സണും ആ ലോബിയിലുള്ള കാര്യം ഇൻഗിലിൻ ചാർലിയോട് പറയുകയാണ്. മാത്രമല്ല ഈ ഒരു പ്ലാൻ നമുക്ക് അബോർട്ട് ചെയ്യാമെന്ന് ഇൻഗിലിൻ അവനോട് പറഞ്ഞു. എന്നാൽ പ്ലാനുമായിട്ട് താൻ മുൻപോട്ട് പോവുകയാണെന്ന് ചാർലി മറുപടി പറഞ്ഞു. ചാർലി അങ്ങനെ മീഷ്ക നീന്തുന്ന ആ ഒരു പൂൾ ഏരിയയിലേക്ക് കയറി ചെല്ലുകയാണ്. നീന്തിക്കൊണ്ടിരുന്ന മീഷ്കയുടെ അടുത്ത് ചെന്നിട്ട് ചാർലി മീഷ്കയോട് ചോദിക്കുകയാണ്. അതും ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് അവൻ മീഷ്കയോട് ചോദിച്ചത്. ഹോഴ്സ്റ്റിനെ, അതായത് നിങ്ങളുടെ ലീഡറായിട്ടുള്ള ഹോഴ്സ്റ്റ്, അവൻ എവിടെയാണെന്ന് എന്നോട് പറയുക. എന്നോട് നീ അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നീ ഉൾപ്പെടെ ഈ ഒരു പൂള് ഞാൻ ഡിസ്ട്രോയ് ചെയ്യും. എന്നാൽ അവന്റെ ആ ഒരു വാക്കുകൾ മീഷ്ക വെറുതെ ചിരിച്ചു തള്ളുകയായിരുന്നു. അതുമാത്രമല്ല ചാർലിയുടെ അടുത്ത് നിന്ന് അവൻ നീന്തി മറു സൈഡിലേക്ക് പോയി. അപ്പോഴേക്കും ചാർലി ഹോട്ടൽ റൂമിൽ വെച്ച് കരുതി വെച്ചിരുന്ന ആ ഒരു ഉണ്ടാക്കി വെച്ച ഡിവൈസ് അതിന്റെ സഹായത്തോടെ ഒരു റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് അവൻ ആ പൂള് തകർക്കുകയാണ്. അതായത് ആദ്യമേ ആ ഒരു പൂളിൽ ഒരു ക്രാക്ക് വരുത്തി. ഇത് കണ്ട് പേടിച്ച് മീഷ്കയാകട്ടെ നീന്തി കയറാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ റൂഫിലെ ആ ഒരു പൂളും ആ ഒരു ഗ്ലാസും തകർന്ന് അത് നേരെ താഴെ ആ ഒരു സ്ട്രീറ്റിലേക്ക് പതിക്കുകയാണ്. അതായത് ആ ഒരു നിമിഷം തന്നെ മീഷ്ക അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ചാർലി അങ്ങനെ ഇത് നോക്കി നിന്നപ്പോഴാണ് ഹെൻഡേഴ്സണും കൂടെയുള്ള ഏജന്റും അവന്റെ അടുത്തേക്ക് തന്നെ ക്ലോസർ ആയിട്ട് വരുന്നുണ്ടെന്ന കാര്യം ഇൻഗിലിൻ അവനെ വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല രക്ഷപ്പെടാനുള്ള വഴിയും ഇൻഗിലിൻ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചാർലിയുടെ പുറകെ ഹെൻഡേഴ്സൺ പിടിക്കാൻ വന്നപ്പോഴാണ് CIA മറ്റൊരു ഏജന്റ് ഹെൻഡേഴ്സന് നേരെ ചാടി വീണ് അവർ രണ്ടുപേരും ആ ഒരു ലോണ്ടറി റൂമിലേക്ക് വീണ് അവിടെ അടിപിടി കൂടാൻ തുടങ്ങിയത്. ഈ ഒരു സമയത്ത് ചാർലി ആകട്ടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു മുറിയിൽ വെച്ച് പൊരിങ്ങി അടിയാണ്. അങ്ങനെ അടിയുടെ അവസാനം ആ ഒരു ഏജന്റ് ഹെൻഡേഴ്സനെ വെടിവെക്കുകയാണ്. ഹെൻഡേഴ്സൺ ആകട്ടെ ആ ഒരു തോക്കും തിരികെ പിടിച്ചിട്ട് CIA ഏജന്റ് നേരെയും അവൻ വെടിവെച്ചു. രണ്ടുപേർക്കും ഇപ്പോൾ വെടികൊണ്ടിട്ടുണ്ട്. ചാർലി ആകട്ടെ മറു സൈഡിൽ നിന്ന് ഒരു ജനലിൽ കൂടെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. വെടികൊണ്ട് കിടക്കുന്ന രണ്ടുപേരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി ചാർലി അകത്തേക്ക് കയറി ചെല്ലുകയായിരുന്നു. എന്നാൽ അതിന് നോക്കി നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഇൻഗിലിൻ അവനോട് ഓടിപ്പോകാനായിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഡയറക്ടറായിട്ടുള്ള ഓബ്രയൻ മൂറിനെ അവളുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. അവൾ വന്നപ്പോൾ തന്നെ മൂറിനോട് ചോദിച്ചത് ചാർലിയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. ചാർലി കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് മൂർ മറുപടി പറഞ്ഞത്. എന്നാൽ ഓബ്രയൻ ആകട്ടെ ഹോട്ടലിൽ നടന്ന അടിപിടിയും അതിന്റെ വീഡിയോ ഫൂട്ടേജ് എല്ലാം കാണിച്ചെന്ന് ചാർലി എവിടെയാണെന്നുള്ള കാര്യം മൂറിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ ഫൂട്ടേജ് അവരുടെ ഓഫീസിലെ മറ്റൊരു ബോസ് ആയിട്ടുള്ള കാലബും നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഫൂട്ടേജ് കണ്ടപ്പോൾ ചാർലിക്ക് മറ്റാരുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ടെന്ന് കാലബിന് മനസ്സിലാവുകയാണ്. ചാർലിയുടെ എൻക്രിപ്റ്റഡ് ചാറ്റുകൾ വായിച്ചപ്പോൾ കാലബിന് ഒരു കാര്യം മനസ്സിലായി. അവനെ സഹായിക്കുന്നത് ഇൻഗിലിൻ എന്നു പേരുള്ള ഒരാളാണ്. അങ്ങനെ കൂടുതൽ ഫയലുകൾ സെർച്ച് ചെയ്തപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. CIA മരണപ്പെട്ട മറ്റൊരു ഏജന്റ് ആയിട്ടുള്ള ഇൻഗിലിന്റെ അതേ ഐഡന്റിറ്റി ഉപയോഗിച്ചുള്ള അവന്റെ ഭാര്യയാണ് ആ ഒരു ഇൻഗിലിൻ. ഇതേ സമയം ഇൻഗിലിനും ചാർലിയും ഓടി രക്ഷപ്പെട്ട്
ഇൻഗിലിന്റെ മുറിയിൽ ആ ദിവസം രാത്രി രണ്ടുപേരും തങ്ങുകയാണ്. എന്നാൽ ഉറക്കത്തിനിടയിൽ പുറത്തുനിന്ന് എന്തോ ബഹളം കേട്ടാണ് രണ്ടുപേരും ഞെട്ടി എണീറ്റത്. പുറത്ത് CIA ഏജന്റ് വന്നിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി ക്യാമറയിലൂടെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അതേ മുറിയിലുണ്ടായിരുന്ന ഒരു സീക്രട്ട് ടണലിലൂടെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി ഓടി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെ നിരീക്ഷിച്ച് ഒരു ഡ്രോൺ വരുന്നത് ചാർലി കണ്ടു. അങ്ങനെ അത് കണ്ടയുടനെ തന്നെ മറ്റൊരു നെയ്ബർഹുഡിലേക്ക് ഓടിക്കേറി അവർ പിന്നെയും ഓടി രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് CIA ഏജൻസ് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. എന്നാൽ അകത്ത് കയറിയ ആ ഒരു ഏജൻസ് കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ സിസ്റ്റത്തിലുണ്ടായിരുന്ന എല്ലാ ഫയൽസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുകയാണ്. ഇതേ സമയത്ത് ചാർലിയും ഇൻകിലിനും ഓടിയെത്തിയത് ഒരു ബീച്ചിന്റെ സൈഡിലേക്കാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇൻകിലിന്റെ കാറിലേക്ക് രണ്ടുപേരും അങ്ങനെ കയറി. എന്നാൽ ഇവരെ പിന്തുടർന്ന് തന്നെ ആ ഒരു ഡ്രോൺ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കാർ എടുത്ത് രണ്ടുപേരും മുൻപിലേക്ക് പോയപ്പോൾ പുറകെ തന്നെ ആ ഒരു CIA ഏജൻസും അവരെ ചേസ് ചെയ്ത് വരികയാണ്. അതും കുറെ പേർ ബോട്ടിലൂടെയാണ് ചേസ് ചെയ്തത്. അങ്ങനെ കാറിലുണ്ടായിരുന്ന അവർക്ക് നേരെ ആ ഒരു ഏജൻസ് വെടിവെക്കുകയാണ്. ആ ഒരു ചെറിയ അറ്റാക്കിൽ ഇൻകിലിന് കാര്യമായിട്ട് തന്നെ ചെറിയ പരിക്കേറ്റു. അതുമാത്രമല്ല വണ്ടിക്ക് കാര്യമായിട്ട് കേടുപാട് പറ്റി ആ സൈഡിലേക്ക് നിന്നുപോയി. ഇൻകിലിനെ നന്നായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ അവൾ മരണപ്പെട്ടുവെന്ന് ചാർലി മനസ്സിലാക്കുകയാണ്. അവളുടെ ബോഡി സൈഡിലുള്ള സീറ്റിലേക്ക് തള്ളി മാറ്റിയിട്ട് ചാർലി തന്നെ കാർ ഓടിച്ച് മുൻപിലേക്ക് നീങ്ങി. കാർ തകർന്നെങ്കിലും ഒരു വിധത്തിൽ ആ ഒരു CIA ഏജൻസിന്റെ കണ്ണ് വെട്ടിച്ച് അവൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു ഗരാജിലേക്ക് അവൻ ആ കാർ കയറ്റിയിട്ടിട്ട് മരിച്ചുപോയ ഇൻകിലിന് ഒരു ഉമ്മയും കൊടുത്ത് ഗുഡ് ബൈ പറയാണ് അവൻ ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ചാർലി അവൻ്റെ അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള ആംസ് ഡീലറുമായിട്ടുള്ള ലോറൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് അവനെ കോൺടാക്ട് ചെയ്യുകയാണ്. അവനെ കോൺടാക്ട് ചെയ്ത ശേഷം അവൻ ആവശ്യമായ ഇലക്ട്രോണിക്സും കാര്യങ്ങളുമെല്ലാം സ്റ്റോറിൽ നിന്ന് വാങ്ങി അവൻ നേരെ റൊമാനിയയിലേക്കാണ് പോകുന്നത്. ചാർലി റൊമാനിയയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിൽ കയറി ചെന്നിട്ട് ക്യാമറയിൽ അവൻ്റെ ഫേസ് യൂസ് ചെയ്ത് CIA ബെർലിനിലുള്ള ഒരു സെക്യൂരിറ്റി ഫുട്ടേജ് അവൻ ഹാക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഹാക്ക് ചെയ്ത് അവൻ ആ സെക്യൂരിറ്റി ഫുട്ടേജിൽ അവനെ തന്നെ ഡമ്മി ചെയ്യുകയാണ്. ഉടൻ തന്നെ CIA ഓഫീസേഴ്സ് ചാർലി ആകുമെന്ന് വിചാരിച്ച് ബെർലിനിൽ കുറേ പേരെ പറഞ്ഞു വിട്ടു. അങ്ങനെ അധികം താമസിക്കാതെ ചാർലി പറഞ്ഞതുപോലെ ലോറൻസ് അവനെ മീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് വരികയാണ്. അവിടെ ഒഴിഞ്ഞ കസേരയിൽ ഒരു ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ലോറൻസ് അത് ചെന്നെടുക്കുകയാണ്. ചാർലി തന്നെയായിരുന്നു ആ ഒരു കോളിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാക്കറ്റ് തുറക്കാനായിട്ട് ചാർലി അവനോട് പറഞ്ഞു. അത് തുറന്നു നോക്കി ലോറൻസ് കണ്ടതാകട്ടെ കുറേയേറെ ബോംബുകളായിരുന്നു. ലോറൻസ്, നീ അനങ്ങിക്കഴിഞ്ഞാൽ ആ ബോംബുകൾ ഞാൻ ഡിറ്റോണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചാർലി അവനെ വിരട്ടുകയാണ്. ബോംബുണ്ടായിരുന്ന അതേ ബോക്സിൽ തന്നെ ലോറൻസ് ചാർലിയുടെ വൈഫായിട്ടുള്ള സാറയുടെ ഫോട്ടോ കാണിക്കുകയാണ്. അപ്പോഴാണ് ലോറൻസിന് മനസ്സിലായത് ഇത് ആരുടെ ഒരാളുടെ പ്രതികാരമാണെന്ന്. അപ്പോഴേക്കും ചാർലി പുറകെ നിന്ന് നടന്നു വന്നിരുന്നു. ചാർലിക്ക് ഒരു കാര്യം മാത്രം അവൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു, ഇവരുടെ എല്ലാം ലീഡറായിട്ടുള്ള ഹോഴ്സ്റ്റിൻ്റെ ലൊക്കേഷൻ. അത് പറഞ്ഞാൽ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യാമെന്ന് ചാർലി അവന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ലോറൻസ് ഹോഴ്സ്റ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങി. റഷ്യക്ക് തൊട്ടടുത്തുള്ള ഒരു കടലിന് നടുക്കായിട്ടാണ് യൂഷ്വലി ഹോഴ്സ്റ്റ് അവൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഹോഴ്സ്റ്റ് അവൻ ആവശ്യമായ കാര്യങ്ങളും ഡെലിവറീസും റിസീവ് ചെയ്യുന്നത് ബാൾട്ടിക് സീപോർട്ടിൽ നിന്നാണ്. അതൊക്കെ പോട്ടെ, എങ്ങനെ അവനെ കോൺടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് ചാർലി ലോറൻസിനോട് ചോദിച്ചു. പക്ഷേ ലോറൻസ് ആകട്ടെ അവൻ കോൺടാക്ട് ചെയ്യുന്നതും അവനെപ്പറ്റി അറിയുന്നതും ഹോഴ്സിന് തന്നെ പല ആളുകളിൽ നിന്ന് കോഡുകൾ മാത്രമായിട്ടാണ്. എന്നാൽ ലോറൻസിന്റെ ഫോൺ തറയിൽ കിടക്കുന്നത് കണ്ട് ചാർലിക്ക് ഒരു കാര്യം മനസ്സിലായി. അവന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് എല്ലാം ആ ഒരു ഫോണിലുണ്ട്. അത് തന്നെ തനിക്ക് ധാരാളമാണെന്ന് മനസ്സിലാക്കിയ ചാർലി ആ ഒരു ഫോണും എടുത്ത് തിരിഞ്ഞു നടക്കുകയാണ്. ചാർലി തിരിഞ്ഞു നടന്നതും ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ലോറൻസ് മരണപ്പെടുന്നതും ഒരേ സമയത്ത് തന്നെയാണ്. ഇതേ സമയത്ത് തന്നെ CIA ഓഫീസിൽ നിന്ന് ലോറൻസ് കൊല്ലപ്പെട്ട കാര്യം അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവർക്കൊരു കാര്യം മനസ്സിലായി, അവർ ഇത്രയും നേരം ബെർലിനിൽ നോക്കിയ ഫുട്ടേജിൽ അത് ചാർലി അല്ലായിരുന്നു. ഇതേ സമയം ചാർലി അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് റൊമാനിയയിലെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കയറുകയാണ്. അവിടെ വെച്ച് അവൻ്റെ ഭാര്യ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അവൻ സ്വപ്നം കണ്ടു. ചാർലി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മിക്കവാറും സാറയുടെ ഓർമ്മകളാണ് അവൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അവൾ കൊടുത്ത ആ ഒരു ഗിഫ്റ്റിലാകട്ടെ ഒരു സീക്രട്ട് പസിലും അതിൽ ഒരു മെസ്സേജുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ചാർലി ലോറൻസ് പറഞ്ഞ ആ ഒരു ബാൾട്ടിക് സീ പോർട്ടിലേക്ക് ചെല്ലുകയാണ്. പോർട്ടിൽ ചെന്ന ഉടനെ തന്നെ കുറച്ച് സംശയപരമായിട്ട് ഒരു വണ്ടി അവൻ ശ്രദ്ധിച്ചിരുന്നു. ചാർലി അങ്ങനെ ഉടൻ തന്നെ ലോറൻസിന്റെ ഫോൺ എടുത്തിട്ട് ഹോഴ്സിന്റെ ആളെന്ന് പറയുന്ന ഒരാൾക്ക് അവൻ സീക്രട്ട് മെസ്സേജ് അയക്കുകയാണ്. ചാർലി നോക്കുമ്പോഴതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നയാള് അയാളുടെ ഫോൺ തുറന്ന് ആ ഒരു മെസ്സേജ് വായിക്കുകയാണ്. അങ്ങനെ അയാൾ ഹോഴ്സിന്റെ ആളാണെന്ന് ചാർലി മനസ്സിലാക്കി. അങ്ങനെ അയാളെ ഫോളോ ചെയ്ത് അയാൾ യാത്ര ചെയ്യാൻ പോകുന്ന ആ ബോട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ചാർലി അവിടെ നിന്ന് മാറി പോവുകയാണ്. അവിടെ നിന്ന് പോയ ഉടനെ തന്നെ ചാർലി അവൻ ആവശ്യമായ ടൂൾസ് ആണ് കടയിൽ നിന്ന് വാങ്ങിയത്. അതിനുശേഷം അവൻ നേരെ ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെന്ന് ആ ഒരു ബോട്ടിന്റെ രജിസ്ട്രേഷൻ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും നെറ്റിൽ സെർച്ച് ചെയ്ത് യൂസ് ചെയ്ത് ആ ഒരു ബോട്ട് ട്രാക്ക് ചെയ്തെടുക്കുകയാണ്. അതുമാത്രമല്ല ഹോഴ്സ് ആ ബോട്ട് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന ആ സീ റൂട്ടുകളും അതും അവൻ ഡീകോഡ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ചാർലി ആ ഒരു സീ പോർട്ടിൽ ആ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു പുറകിൽ നിന്ന് ആരോ അവന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തിയത്. ബോധം പോയപ്പോൾ ചാർലിയുടെ കയ്യിൽ നിന്ന് സാറ് ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു പസിലും തെറിച്ചുപോയി. കണ്ണു തുറന്നു നോക്കുമ്പോൾ ചാർലി അത് ആ ബോട്ടിന്റെ അകത്ത് തന്നെയാണ്.
അങ്ങനെ ചാർലിയുടെ മുൻപിൽ അവസാനം അവരുടെ ലീഡറായിട്ടുള്ള ഹോഴ്സ്റ്റ് വന്ന് നിൽക്കുകയാണ്. ഹോഴ്സ്റ്റ് അങ്ങനെ ചാർലിയുടെ മുൻപിൽ വന്നിട്ട് വെല്ലുവിളിയോടെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും നീക്കുന്നു, അതും ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പോലും അറിയാതെ. നിനക്ക് മുഖത്തോട് മുഖത്ത് നോക്കി എന്നെ കൊല്ലാൻ കഴിയുമോ എന്ന് ഹോഴ്സ്റ്റ് ചാർലിയോട് ചോദിച്ചു. അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു തോക്ക് ഹോഴ്സ്റ്റ് ചാർലിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ്റെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. ചാർലി ആ ഒരു തോക്ക് കയ്യിലെടുത്തെങ്കിലും അവന് ഹോഴ്സിനെ വെടിവെക്കാനായിട്ട് സാധിച്ചില്ല. ചാർലി അങ്ങനെ ആ ഒരു തോക്ക് നിലത്തേക്കിട്ടു. പെട്ടെന്നായിരുന്നു അവരാരും പ്രതീക്ഷിക്കാതെ ആ യാത്ര ചെയ്ത ബോട്ട് യൂ-ടേൺ അടിച്ച് തിരിയുകയാണ്. ബോട്ടിലുണ്ടായിരുന്ന ക്രൂവും ആൾക്കാരുമെല്ലാം പെട്ടെന്ന് പാനിക്കായി. അപ്പോഴാണ് ചാർലി ആ ഒരു സത്യം റിവീൽ ചെയ്തത്. CIA അഡ്മിനിസ്ട്രേഷനിലൂടെ ഈ ഒരു ബോട്ട് ഞാൻ ഹാക്ക് ചെയ്തു. ഈ ഒരു ബോട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോട്ടോകോൾസിനെ പറ്റി ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. അതുതന്നെ ഈ ഒരു ബോട്ട് ഹാക്ക് ചെയ്യാൻ എനിക്ക് എളുപ്പമാക്കി തരികയായിരുന്നു. ഹാക്ക് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത ആ ബോട്ട് നേരെ ഇനി പോകാൻ പോകുന്നത് ഫിൻലൻഡിലേക്കാണ്. അങ്ങനെ അധികം വൈകാതെ ഫിൻലൻഡിലെത്തിയ ആ ഒരു ബോട്ടിന് ചുറ്റും ഫിന്നിഷ് നേവിയും അവിടുത്തെ ഇന്റർപോളും അവരെ സറൗണ്ട് ചെയ്ത് വളയുകയാണ്. അങ്ങനെ ഇന്റർപോൾ ഫിന്നിഷ് നേവിയും ഉടൻ തന്നെ ഹോഴ്സിനെയും അവന്റെ കൂട്ടരെയും അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്നല്ല ആ സീൻ കട്ടായി കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രസ് കോൺഫറൻസ് കാണിക്കുകയാണ്. കോൺഫറൻസിൽ CIA ഡയറക്ടറായിട്ടുള്ള ഓബ്രയൻ അവിടെ ചുറ്റിപ്പറ്റി നടന്ന എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ പറ്റിയും റിപ്പോർട്ടേഴ്സിനോട് തുറന്നു പറയുകയാണ്. ചീഫ് മൂറും ക്യാലബും അങ്ങനെ കുറെ പേർ നടത്തിയ CIA റിസോഴ്സ് യൂസ് ചെയ്ത് നടത്തിയ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതെല്ലാം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് തക്കതായ പണിഷ്മെന്റ് കൊടുക്കുമെന്നും ഓബ്രയൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. മറുസൈഡിൽ ചാർലിയെ കാണിക്കുകയാണെങ്കിൽ ചാർലിയുടെ അടുത്ത് ഹെൻഡേഴ്സൺ വന്ന് അവനോട് സംസാരിച്ചു. ചാർലിനെ ഇത്രയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ഹെൻഡേഴ്സന് ഇപ്പോൾ അഭിമാനം തോന്നുകയാണ്. ഒരു സമയം അവനെ പിടിക്കാനായിട്ട് വന്നെങ്കിലും താൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ട് ഹെൻഡേഴ്സൺ അതിൽ അഭിമാനിക്കുന്നുവെന്ന് ചാർലിയോട് തുറന്നു പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ചാർലി സാറയുടെ ഗ്രേവിലേക്ക് പോയിട്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ അവന്റെ വീട്ടിലെ ഗരാജിൽ ചെന്ന് സാറ അവന് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു പ്ലെയിൻ എടുത്ത് അവനങ്ങനെ പറന്നു പോകുന്നത് കാണിക്കുന്നതോടുകൂടെ ഈ ഒരു മൂവി അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം ചാർലി അവന്റെ ഭാര്യയെ കൊന്നവരോട് അവൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല പ്രതികാരം കാണിച്ചാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്.